നമ്മളിവിടെ ഒരു ചാക്കിന് വാങ്ങുന്നത് 300 രൂപയാണ്. ഇത് നല്ല പുട്ടുപൊടി പോലെയുണ്ട്, കയ്യിലൊന്നും ആവില്ല. ഇതാ ആണകത്തിൻ്റെ സ്മെല്ല് കൊണ്ട് അടുക്കാൻ കഴിയില്ല, ഇവിടെയൊന്നും വന്ന് നിൽക്കാൻ തന്നെ പ്രയാസമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പ്രയാസമേ ഇല്ല. ഇവിടെ ചാണകം ഉണ്ട് എന്ന് തന്നെ അറിയാത്ത തരത്തിൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്നു. ഇവിടെ ഇപ്പോൾ 30 പശുക്കളാണുള്ളത്. ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റാണ് നമ്മളിപ്പോൾ അവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു മണിക്കൂറിൽ 500 കിലോയിൽ കൂടുതൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പച്ചച്ചാണകം കൊണ്ടുള്ള ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് മഴക്കാലത്താണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഈ ചാണകം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മുടെ ഈ മിഷൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ കൈലാത്ത് മിഷനാണ് കേട്ടോ. നമ്മുടെ എറണാകുളത്ത് കച്ചേരിപ്പടിയുള്ള കൈലാത്ത് മിഷനാണ്. ചാണകം തൂത്തുവാരി വിറ്റ് അതിൽ നിന്നും മികച്ച വരുമാനം കൊയ്യുന്ന ഒരു കർഷകന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ശശിചേട്ടന്റെ കൂടെയാണ് കേട്ടോ. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ വടകരയിലുള്ള സ്ഥലത്തിന്റെ പേര് ഇരിങ്ങണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ ശശിചേട്ടന്റെ ഫാമിലാണ്. ശശിചേട്ടാ, നമുക്കിപ്പോൾ ചാണകം എത്ര രൂപയ്ക്ക് ഒരു മാസം ഇവിടെ സെയിൽ നടക്കുന്നുണ്ട്? ഒരു 45,000 രൂപയുടെ ചാണകം ശരാശരി 45,000 രൂപ അടുത്തോളം നമുക്ക് ചാണകം സെയിൽ ആകുന്നുണ്ട്. അതായത് നമുക്ക് ഒരു ചാക്കിന് എത്ര രൂപയ്ക്ക് മേടിക്കുന്നത്? നമ്മളിവിടെ ഒരു ചാക്കിന് വാങ്ങുന്നത് 300 രൂപയാണ്. ഇതുമാതിരി 5 കൊട്ട 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതാണ്, ഇത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് പച്ചച്ചാണകമായിരുന്നെങ്കിൽ ഇതുപോലെയൊന്നും കൈകാര്യം ചെയ്യാനോ ഇതിനടുത്ത് നിൽക്കാനോ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ ഇപ്പോൾ 30 പശുക്കളാണുള്ളത്. ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റാണ് നമ്മളിപ്പോൾ അവിടെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ രാവിലത്തെ കറവയൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക കേട്ടോ. ഇവിടെ നിന്ന് ചാണകം കളക്ട് ചെയ്ത് ആ ടാങ്കിലേക്ക് ഡംപ് ചെയ്യും. അതിൽ നിന്ന് മെഷീനിലേക്ക് അടിച്ച് കയറ്റി സ്ലറി പമ്പ് ഉപയോഗിച്ച് അടിച്ച് കയറ്റി അത് പൗഡറായി താഴെ വരുന്നു. ഇത് നല്ല പുട്ടുപൊടി പോലെയുണ്ട്, കയ്യിലൊന്നും ആവില്ല. ഇതാ നല്ല ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയും. അതായത് പച്ചച്ചാണകമാണെങ്കിൽ അടുത്ത് വരാൻ തന്നെ പ്രയാസമാണ്. വല്ലാത്ത സ്മെല്ല്, അതുപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കൊടുക്കാനും കൊണ്ടുപോകാനൊക്കെ ഇതിപ്പോൾ വളരെ ഈസിയായി കൊണ്ടുപോകാനും ആളുകൾക്ക് കൊടുക്കാനും എല്ലാം തന്നെ കഴിയുന്നു. അപ്പോൾ നമ്മുടെ ഈ മിഷൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ കൈലാത്ത് മിഷനാണ് കേട്ടോ. നമ്മുടെ എറണാകുളത്ത് കച്ചേരിപ്പടിയുള്ള കൈലാത്ത് മിഷനാണ്. ഇതിപ്പം എത്ര കിലോ വരെ നമുക്ക് ഇതിനകത്ത് പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റും ചേട്ടാ? ഇത് ഒരു മണിക്കൂറിൽ 500 കിലോയിൽ കൂടുതൽ പ്രോസസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ആണോ? സിംഗിൾ ഫേസ് ആണ് നമ്മുടെ ലൈന്. 3 HP മോട്ടറാണ്. സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യും. നല്ല വോൾട്ടേജ് ഉണ്ടെങ്കിൽ സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ 3 ഫേസ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 2 ടൈപ്പ് അവിടെ മിഷൻ ഉണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് എടുത്ത് ചോദിച്ചത്. എന്തായാലും ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് മുതലാണ് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ കൊച്ചിയിൽ കൈലാത്ത് മിഷനിലാണ് കേട്ടോ, നമ്മുടെ കച്ചേരിപ്പടിയിലുള്ള. അപ്പോൾ ഇവിടുന്നാണ് നമ്മുടെ ഡീവാട്ടറിംഗ് മിഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഫാമിലേക്ക് സപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലേ? നമ്മളല്ല കൊടുത്തിരിക്കുന്നത്. അതെ. അപ്പോൾ നമുക്ക് മച്ചാൽ നമുക്ക് ഇവിടെ ഏതൊക്കെ ടൈപ്പിൽ ഡീവാട്ടറിംഗ് മിഷൻ നമുക്ക് അവൈലബിൾ ആണ്? നമുക്ക് 3 HP മോട്ടോർ വരുന്ന ഡീവാട്ടറിംഗ് മിഷൻ ഉണ്ട്, അതുപോലെ 5 HP ഉണ്ട്. പിന്നെ അതിന്റെ മുകളിലേക്കുള്ളത് നമുക്ക് ഓരോ ഫാമിന് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള ടൈപ്പ് മിഷൻ ഉണ്ട്, നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 3 HP ആണ് സ്റ്റാർട്ടിംഗ്. അപ്പോൾ ഇത് 3 HP മിഷൻ, 3 HP ക്രോംപ്ടന്റെ മോട്ടോർ വരുന്ന ഡീവാട്ടറിംഗ് മിഷൻ. നമുക്കിത് എത്ര ഇതുവരെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു മണിക്കൂറിൽ? മണിക്കൂറിൽ നമുക്ക് 500 കിലോയാണ് പ്രൊഡക്ഷൻ കിട്ടുന്നത്. അപ്പോൾ മണിക്കൂറിൽ 500 കിലോ വരെയാണ് നമുക്ക് ഈ 3 HP അതിനകത്ത് പറ്റുന്നത്. അതെ. നമുക്ക് ഇത് 3 ഫേസ് വേണോ നിർബന്ധമുണ്ടോ? ഇത് നമുക്ക് സിംഗിൾ ഫേസ് അവൈലബിൾ ആണ്, 3 ഫേസ് അവൈലബിൾ ആണ്. 2 രീതിയിലും ചെയ്യാം. 2 രീതിയിലും ചെയ്യാം. ഫാമിൽ നമുക്ക് കൂടുതലും 3 ഫേസ് കണക്ഷൻ ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് സിംഗിൾ ഫേസ് മിഷൻ എടുത്താൽ മതി. നമുക്ക് എടുത്താൽ മതിയാവും. നമുക്ക് ഇതിന് എങ്ങനെയാണ് വില വരുന്നത്? ഇതിന് 2,04,500 രൂപയാണ്. ഇൻസ്റ്റാളേഷൻ ചാർജും പിന്നെ സ്ലറി പമ്പ് ഫാമിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്ലറി പമ്പ് അഡീഷണൽ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലെ ആ ഒരു സ്മെല്ല്, അതിന്റെ ചാണകം കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാറിയിട്ട് നമുക്ക് അതൊരു ഇൻകമാക്കി എടുക്കാനായിട്ട്. അതെ. ഇനിയിപ്പോൾ മഴക്കാലം വരുവാണ്. അപ്പോൾ മഴക്കാലം വന്നു കഴിയുമ്പോൾ തന്നെ ഒരുപാട് ചാണകം നിറഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മഴക്കാലത്തും ചാണകം പൊടിയാക്കി നമുക്ക് വിൽക്കാനായിട്ട് പറ്റുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി അടുത്തെന്ന് പറയുമ്പോൾ 5 HP അല്ലേ ഇത്? അതെ, 5 HP. 5 HP എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിലോ വരെ നമുക്ക് ചെയ്യാനായിട്ട്? 1000 കിലോയാണ് നമുക്ക് പ്രൊഡക്ഷൻ. 1000 കിലോ, അതായത് മണിക്കൂറിൽ 1000 കിലോ ചാണകം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് 3 ഫേസ് തന്നെ വേണ്ടി വരും. ഇത് 3 ഫേസ് തന്നെ പറ്റുള്ളൂ. ഇത് ക്രോംപ്ടന്റെ മോട്ടറാണ് 3 ഫേസ് വരുന്നത് ഇതിൽ. ഓക്കെ. അപ്പോൾ അത്യാവശ്യം ഹെവി ഡ്യൂട്ടി മെഷീനാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ മറ്റേ പന്നി ഫാം അല്ലെങ്കിൽ പോൾട്രി ഫാമിന്റെ അത് നടക്കും. അത് ഇതിന്റെ തൊട്ട് മുകളിലുള്ള മെഷീനുണ്ട്, അതിൽ നമുക്ക് അതിന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് വില വരുന്നത്? ഇതിന് 2,67,500 രൂപയാണ്. 2,67,500 ആണ് നമ്മുടെ മിഷന്റെ പ്രൈസ്. പിന്നെ ഇതിന്റെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും അല്ലേ?
അപ്പൊ ഇതിന്റെ അടുത്ത നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആ പന്നി ഫാമിലേക്കൊക്കെ മറ്റേ തരത്തിലുള്ള സാധനത്തിന് എന്ത്? അത് 2,80,000 രൂപ. 2 ലക്ഷം, ഒരു 20,000 രൂപയുടെ അടുത്തോളം വ്യത്യാസം അത്രേ വരുന്നുള്ളൂ. അപ്പൊ അതാണ് കുറച്ചുകൂടെ ഹെവി ഡ്യൂട്ടി. പക്ഷെ അതിന്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ സെയിം അല്ലേ? സെയിം ആണ്. ഫിൽറ്ററിന്റെ വ്യത്യാസമാണ് വരുന്നത്. അതായത് ഇവിടെ വരുന്ന ഈ ഫിൽറ്ററിന്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ സ്പെക്ക് കറക്റ്റ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. നമുക്ക് മിഷൻസ് കാര്യങ്ങളൊക്കെ വേണ്ട ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ